കുട്ടികളെ, വിവിധ ക്വിസ് മത്സരങ്ങൾക്ക് ഉപകാരപ്രദമായ സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഉത്തരം എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചോദ്യം 1. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2023 ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം മോഹൻലാൽ. ചോദ്യം 2. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 3. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഥവാ BCCI പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം മിഥുൻ മൻഹാസ്. BCCIയുടെ പൂർണ്ണരൂപം എന്താണ്? BCCIയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ചോദ്യം 5. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഒസ്മാനെ ഡെംബലക്. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ച വനിതാ താരം. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ച വനിതാ താരം ആരാണ്? ഉത്തരം ഐറ്റാന ബോൺമാറ്റി. ചോദ്യം 7. ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേര്? ഉത്തരം മികവാർന്ന പച്ചത്തുരുത്തുകൾ. ചോദ്യം 8. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ജപ്പാനിലെ ടോക്കിയോയിൽ. ചോദ്യം 9. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ സംഘടന. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഉത്തരം എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ. ചോദ്യം 10. വിദ്യാഭ്യാസത്തിലൂടെ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സംഘടന ഏതാണ്? വിദ്യാഭ്യാസത്തിലൂടെ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സംഘടന ഏതാണ്? ഉത്തരം എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ. ചോദ്യം 11. രമൺ മാഗ്സസെ പുരസ്കാരം 2025 ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? രമൺ മാഗ്സസെ പുരസ്കാരം 2025 ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം ഫിലിപ്പീൻസുകാരനായ ഫാദർ ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലാനുവേവെ. മനിലയിലെ ദരിദ്രർക്കും ഭവനരഹിതർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. രണ്ടാമതായി ലഭിച്ചത് ഷാഹിന അലി. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായും സമുദ്ര സംരക്ഷണത്തിനായും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഷാഹിന അലി. ചോദ്യം 12. അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? ഉത്തരം അൽബേനിയ. ചോദ്യം 13. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത
നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ഉത്തരം സുശീല കാർക്കി. നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. ചോദ്യം 14. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം 115. ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ്. 2008 മുതൽ ഐസ്ലാൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനം അയർലൻഡിനും മൂന്നാം സ്ഥാനം ന്യൂസിലൻഡിനുമാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 115. ചോദ്യം 15. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏതു തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത്? വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏതു തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത്? ഉത്തരം ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ചോദ്യം 16. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ചോദ്യം 17. 2025 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. ചോദ്യം 18. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡോറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം? ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡോറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. ചോദ്യം 19. കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ കിരീടം നേടിയത് ഏത് ടീമാണ്? കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ കിരീടം നേടിയ ടീം? ഉത്തരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ചോദ്യം 20. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? ഉത്തരം ആദി സംസ്കൃതി. ചോദ്യം 21. 2025 ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ, അതായത് IIFA, മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? 2025 ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിത്രം ഏതാണ്? ഉത്തരം ലപാത ലേഡീസ്. ചോദ്യം 22. 2025 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏതാണ്? 2025 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ഉത്തരം ദൈവശതകം. ചോദ്യം 22. ചോദ്യം 23. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഡൽഹി.
പുതിയ ആദായനികുതി ബിൽ നിയമമായി വരുന്നത് എന്നാണ്? പുതിയ ആദായനികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? ഉത്തരം 2026 ഏപ്രിൽ 1. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം ആര്യാന സെവലങ്ക. ആര്യാന സെവലങ്ക.